അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സൗഹൃദത്തിനെ കുറിച്ചിട്ട് ഒരൊറ്റ വാക്കിൽ ഒരു സെന്റൻസ് ഒക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സൗഹൃദത്തിനെ കുറിച്ച് ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു കോട്ട് പറയാൻ കഴിയുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് പറയാം. സമ്മാനം ഉണ്ടോ ഷെഫീഖ് സാറേ? സമ്മാനം ആലോചിക്കാം. ചോദ്യം മനസ്സിലായോ? എന്താണ് സൗഹൃദം എന്ന് ചോദിച്ചാൽ ഒരു സെന്റൻസ് കൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എനിവൺ? ബോയ്സ് ആരുമില്ല? ഫ്രണ്ട്ഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്, എന്താണ് സൗഹൃദം? ഫ്രം ബോയ്സ്, ഫ്രം ഗേൾസ് ആരുമില്ല? ഒരാൾക്കും പറയാൻ കഴിയില്ല. അത്രയും ടഫുള്ള, കിട്ടാത്ത, നമുക്ക് പരിചയമേ ഇല്ലാത്ത ഒന്നാണ് സൗഹൃദം. ആണോ? എനിക്ക് ഒരുപാട് റെഫറൻസ് ഇങ്ങനെ വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ജീവിതത്തിൽ ഒരു നല്ല കാലം ഉണ്ടാകുമോ എന്നറിയില്ല. എല്ലാ കാലത്തിലും കൂടെ നിൽക്കാൻ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്നറിയാം. എനിക്ക് അത് മതി. ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. ഡു യു അഗ്രി വിത്ത് മീ? ഡു യു അഗ്രി? ബോയ്സ് റെഡിയാണോ? ശരിയാണോ? പോരാ, അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് സൗഹൃദമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെയുള്ള ഒരുത്തൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ നമ്മുടെ ഉള്ള് പിടയും. യെസ് ഓർ നോ? നിങ്ങൾ ഒരു എനർജി ഫ്രണ്ട്സ് ഒന്നും ഇല്ലടോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഒന്നും പറയാനില്ല എന്നതല്ല, ആരും കേൾക്കാനില്ല എന്നതാണ് പലരുടെയും സങ്കടം. ഇസ് ഇറ്റ് ട്രൂ? ദെൻ നെക്സ്റ്റ്. നമ്മളോട് വാ തോരാതെ സംസാരിച്ച ഒരു സുഹൃത്തിൻ്റെ മൗനത്തോളം വേദന മറ്റൊന്നിനും ഇല്ല. ആം ഐ കറക്റ്റ്? യെസ് ഒന്നും പോരല്ലോ. ആം ഐ കറക്റ്റ്? ദെൻ നെക്സ്റ്റ്. മുഖത്ത് നോക്കി കുറ്റം പറയുന്ന കൂട്ടുകാരാണ് നല്ലത്. കാരണം അവർ പിറകിൽ നിന്ന് ചതിക്കൂല. ആം ഐ കറക്റ്റ്? നമ്മുടെ എല്ലാ ന്യൂനതകളും കണ്ടുപിടിച്ച് നമ്മോട് പറയുകയും അന്യരുടെ മുമ്പിൽ അത് മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ് ദ റിയൽ ഫ്രണ്ട്. ആം ഐ കറക്റ്റ്? ആം ഐ കറക്റ്റ്? യെസ്. പ്രണയം. നിങ്ങൾക്ക് പ്രണയമുണ്ടോ? നിങ്ങൾക്ക് പ്രണയമുണ്ടോ? ഇല്ല. യെസ്. പ്രണയം ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. പ്രണയം ഒരാളിലേക്ക് നമ്മളെ ചുരുക്കുമ്പോൾ സൗഹൃദം സ്വപ്നങ്ങളെ തുറന്നു വിടാനുള്ള വലിയ വാതിലുകൾ, ഒരുപാട് ആളുകളിലേക്ക് നമ്മളെ പറത്തിവിടുന്ന ഒരു വല്ലാത്ത സുന്ദര നിമിഷമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞത്. ആം ഐ കറക്റ്റ്? ആം ഐ കറക്റ്റ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രണയം ഉള്ളവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇതിൻ്റെ വാല്യൂ മനസ്സിലായിക്കൊള്ളുന്നില്ല, അങ്ങനെ പറഞ്ഞു. ഓക്കെ, ദെൻ ലാസ്റ്റ്. ഈ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വാചകം ഇതാണ്: കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ സന്തോഷം, ബെനിഫിറ്റ് ലഭിക്കുന്ന നല്ലൊരു ബിസിനസ്സാണ് ഫ്രണ്ട്ഷിപ്പ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങളെല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രണ്ട്ഷിപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ സാമൂഹിക പഠന പ്രകാരം, സോഷ്യൽ സ്റ്റഡീസ് പ്രകാരം ഒരാൾക്ക് 3 മുതൽ 30 ഫ്രണ്ട്സ് വരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറഞ്ഞത്. ഞാനങ്ങനെ ഒരു റെഫറൻസിന് വേണ്ടി വായിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഒരു ആർട്ടിക്കിൾ. ഓക്കെ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എത്ര ആളുണ്ടാവും? 1 ആള്, 2 ആള്, 3, 4, 5, 10, 50. ഓക്കെ, ഈ
പഠനപ്രകാരം പറഞ്ഞെന്താണെന്നറിയോ? ഈ 3-ൽ കുറഞ്ഞാലും 30-ൽ കൂടിയാലും അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നാണ് സ്റ്റഡീസ് പറഞ്ഞത്. ബെസ്റ്റ് ഫ്രണ്ട്സ് കുറേ ഉണ്ടാവാനും പാടില്ല, തീരെ ഉണ്ടാവാതിരിക്കാനും പാടില്ല. ഉണ്ടോ? അതുകൊണ്ട് ചില അവിടെ 50 എന്ന് പറഞ്ഞാലുണ്ടല്ലോ. യെസ്, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നെ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള ഒരു കോട്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്ന് പറഞ്ഞത് അതിൽ സ്നേഹവും സൗഹൃദവും തെളിയുമെന്നുവെച്ചാൽ സുതാര്യല്ല, കറക്റ്റ് അല്ല, അല്ലെങ്കിൽ സത്യസന്ധമല്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനത്തെ ചില ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവും. അവരുടെ പ്രത്യേകത എന്നറിയാം? അവരുടെ പ്രത്യേകത, നമ്മളെ ഫ്രണ്ടൊക്കെ ആവും, പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരെ. നമ്മൾ ചില ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് 5 കട്ട കമ്പനിക്കാരുണ്ടാവും. പക്ഷെ നമുക്കറിയാം അവനോട് പറയണ്ട, ഓനറിഞ്ഞാൽ മിക്കവാറും പാര വെക്കും. അവളോട് അത് മറച്ചു വെക്കാം, നിങ്ങൾ അവളോട് പറയാൻ നിൽക്കണുണ്ട്, അവൾ അറിഞ്ഞാൽ നമുക്കൊരു പണി കിട്ടും. ഉണ്ടോ? അങ്ങനത്തെ ഒരാൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലുണ്ടെങ്കിൽ അയാളെ കുറിച്ച് പറയാണ് സത്യസന്ധത, സൗഹൃദം, ഇതിലെന്ത് ഇല്ല, സുതാര്യമല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാന്റെ ഒരു വാക്കാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ സൗഹൃദം ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് പറയാട്ടോ. സൗഹൃദം നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ്? പറ്റേ പറഞ്ഞോളേ. ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല, എന്താ കാരണം? നിങ്ങളൊരു കാരണം പറയും. ഫസ്റ്റ് ഇരിക്കുന്ന ഫസ്റ്റ് ആളല്ലേ? യെസ്, നമ്മൾ പറയുന്നത് കേട്ടിരിക്കുന്ന ആളായിരിക്കും നമ്മുടെ സുഹൃത്ത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ വേറെ കാരണമൊന്നുമില്ല. യെസ്, വെരി ഗുഡ്. എപ്പോഴും കൂടെ നിൽക്കുന്നവനായിരിക്കും യഥാർത്ഥ സുഹൃത്ത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ഫ്രം ബോയ്സ്, നിങ്ങൾ എന്തുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്നു? ബോയ്സിന്റെ ഭാഗത്തൊന്നുമില്ല. ഫ്രം ഗേൾസ്, എന്തുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്നു? നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്ന ആളാണ്, നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞു. നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആളാണ് ഫ്രണ്ട്സ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, സ്വന്തം ഉപ്പാനോടും ഉമ്മാനോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും വിശ്വസിച്ച് ഒരു ഫ്രണ്ടിനോട് പറയാം. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ശരിക്കും ആസ്വദിക്കണില്ല എന്ന് പറയും ഞാൻ. അതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ മടിയായതുകൊണ്ടാവും. ചോദ്യം ക്ലിയർ അല്ലേ? ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ്? ഞാൻ പറയുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നവരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്. ആം ഐ കറക്റ്റ്? നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ടീച്ചേഴ്സോ പാരൻസോ നിങ്ങൾ ചീത്ത പറയും. പക്ഷെ ഒരിക്കലും ഫ്രണ്ട്സ് ചീത്ത പറയില്ല. കാരണം നമ്മൾ ഏത് ലെവലിൽ നിന്നിട്ട്, ഏത് വൈബിൽ നിന്നിട്ടാണത് പറഞ്ഞതെന്ന് നമ്മൾ അതേ വൈബിൽ നിന്നിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണ് നമ്മുടെ ഫ്രണ്ട്. തന്ത വൈബാവില്ല എന്നർത്ഥം, നമ്മളെ സെയിം വൈബാവും. ഇനി ചില ഫ്രണ്ട്സുകൾക്കിടയിലും തന്ത വൈബുള്ളവരുണ്ടാവും, ഞാൻ വിട്ടു. പോട്ടെ, വേറെ ക്ലിയർ ആയല്ലോ? അപ്പം നമ്മളെ ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ടിനെ ഇഷ്ടപ്പെടാൻ അതിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു? മാനദണ്ഡം എന്തായിരുന്നു? ഇതിലേതെങ്കിലും മാനദണ്ഡമാണോ? സാമ്പത്തികം, നല്ല പൈസ ഉള്ളവളായതുകൊണ്ടാണോ നിങ്ങൾ ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത്? അല്ല. ഓക്കെ, നിങ്ങൾ നല്ല സൗന്ദര്യമുള്ള ഗ്ലാമറുള്ള കുട്ടികളാണ് സെലക്ട് ചെയ്തത്? അത് ഈ ഫ്രണ്ടാവില്ല, അത് വേറെ ഫ്രണ്ടാവും. ഓക്കെ, മൂന്നാമത്തത് രക്തബന്ധം, നിങ്ങൾ അളാപ്പ മുത്താപ്പ മക്കൾ അമ്മായിൻ്റെ മോനൊക്കെ ആയതുകൊണ്ടാണോ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തത്? അല്ല. വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാൻ? എന്താണ് ക്രൈറ്റീരിയ? യെസ്, വെരി ഗുഡ്. അവൻ്റെ ക്യാരക്ടർ.
അല്ലേ? അത് പൂർണ്ണമായി ശരിയാണോ? നമ്മളെ ക്ലാസ്സിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് നമ്മളെ ഫ്രണ്ട് ഇല്ല. അപ്പോൾ എന്തോ ഒരു തിരുത്തൽ വേണമല്ലോ. യെസ്, ഫ്രണ്ടിന് ഒരൊറ്റ ക്വാളിറ്റി ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിൽ 40-50 കുട്ടികളുണ്ടെങ്കിൽ 40 ആൾ നിങ്ങളെ ഫ്രണ്ട് അല്ല. ഏറ്റവും പഠിക്കുന്ന കുട്ടികളെ ഫ്രണ്ട് ആവാൻ സാധ്യതയില്ല. ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടികളെ ഫ്രണ്ട് ആവാൻ സാധ്യതയില്ല. ഏറ്റവും ഗ്ലാമറുള്ള കുട്ടികളെ ഫ്രണ്ട് ആവാൻ സാധ്യതയില്ല. നിങ്ങളെ ഫ്രണ്ട് ആവാൻ സാധ്യത ഉള്ളത് ഏറ്റവും ഒറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ അതേ വൈബുള്ള ആൾക്കാരാവും. Am I correct? Am I correct? Yes. Okay. അങ്ങനെയല്ലടാ. ഓക്കെ, then next. ഇനി നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ചിലപ്പോൾ ഇതെന്താണെന്ന് അറിയോ, ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നു, നിങ്ങളിൽ പല ആളുകളുടെയും സ്വഭാവം, ക്യാരക്ടറിൽ നിങ്ങളെ ഫ്രണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഫ്രണ്ട്സ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്താ പറയുക, ആദ്യം ആരോട് കമ്പനി ഇല്ലാത്ത ആളായിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയപ്പോൾ പിന്നെ ചിരിക്കാനും കളിക്കാനും യാത്ര പോകാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായി മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ് ഓർ നോ? യെസ് ബോയ്സ്, യെസ് ഓർ നോ? ദെൻ സെക്കൻഡ് വൺ, നിങ്ങളെ വ്യക്തിത്വം, നിങ്ങളെ പേഴ്സണാലിറ്റിയിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നിങ്ങളെ ഫ്രണ്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ നല്ല പേഴ്സണാലിറ്റി ആവാനും ചില പേഴ്സണാലിറ്റീസ് ഉണ്ടാവും ആരോടൊന്നും മിണ്ടാതെ സൈലൻ്റായ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ എന്താ പറയുക, നല്ല എല്ലാവരെയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കമ്പനി അടിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ രണ്ട് രീതിയിലും പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ ചേഞ്ച് വരുത്താൻ ആർക്ക് പറ്റും? ഫ്രണ്ട്സിന് പറ്റും. Am I correct? Am I correct? Then third one, ഫാമിലി. നിങ്ങളെ ഫാമിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ റോൾ ഉണ്ടല്ലോ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട്സിന് പറ്റും. ചില ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സിനോടുള്ള കമ്പനിക്കായി ആൾ നല്ല ആക്റ്റീവായി കഴിഞ്ഞാൽ വീട്ടിലും ആക്റ്റീവ് ആവും. ചില ആളുകളുണ്ടാവും ഫ്രണ്ട്സിനോട് കൂടിയിട്ട് എന്താ പറയുക, ഫ്രണ്ട്സിനോട് ഭയങ്കര സപ്പോർട്ട് കിട്ടും, വീട്ടിൽ നിന്ന് തീരെ സപ്പോർട്ട് കിട്ടണില്ല. അപ്പോൾ ഫാമിലിയിൽ നിന്ന് അകന്നിട്ട് ഫ്രണ്ട്സിലേക്ക് മാത്രം പോകും. അപ്പോൾ ഫാമിലിയിൽ നിങ്ങൾ അകലാനും അടുക്കാനും ആര് കാരണമാവും? ചിലപ്പോൾ ഫ്രണ്ട്സ് കാരണമാവും. Am I correct? Yes or no? Then fourth one, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ ജോലി. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ജോലികളുണ്ടല്ലോ, ആ ജോലി ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ആ ജോലി അല്ലെങ്കിൽ ആ പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ അഡ്വൈസോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കോഴ്സ് എടുത്തത് കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ ആ കോഴ്സ് എടുക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഓക്കെ, ആ രീതിയിലും എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഫഷനെയും ഫ്രണ്ട്ഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങൾ അല്ലേ? നമ്മുടെ ശീലങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ആളുകളുണ്ടാവും എന്താ പറയുക, ചില ഫുഡ് കഴിക്കാത്ത ആളാവും, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയിട്ട് ആ ഫുഡ് കഴിക്കാൻ തുടങ്ങും. ചില ആളുകൾ ചില വാക്കുകളൊന്നും പറയാത്ത, ചില ബാഡ് വേർഡ്സ്, തെറി വാക്കുകളൊക്കെ പറയാത്ത ആളാവും. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയിട്ട് ചില ആൾക്കാരും വെറുതെയെങ്കിലും ചീത്ത വാക്കുകൾ യൂസ് ചെയ്യാം, ബാഡ് വാക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളതല്ലാത്ത വാക്കുകൾ ഇങ്ങനെ കയറി വരും. ഫ്രണ്ട്സ് പറഞ്ഞ വാക്കുകൾ നമ്മളിലും കയറി വരും. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. യെസ് ഓർ നോ? യെസ്. അപ്പം ഇതിൽ എന്തൊരു പ്രശ്നം ഇവിടെ കിടക്കണമെന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ആസ് എ ഇൻഡിവിജ്വൽ നിങ്ങളെല്ലാവരും ഒരു വ്യക്തിയാണല്ലോ, എല്ലാവരും ഒരു വ്യക്തികളല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ? യെസ് ഓർ നോ? നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്. നമ്മുടെ ഫാമിലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? നമ്മുടെ പ്രൊഫഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? നമ്മുടെ ശീലങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സുഹൃത്തുക്കൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞാൽ നിങ്ങളിൽ അധികം ആളുകൾ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇതിനു മുമ്പേ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഫ്രണ്ട്ഷിപ്പൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ പ്രൊഫഷനെ, എൻ്റെ ഫാമിലിനെ, എൻ്റെ പേഴ്സണാലിറ്റീനെ,
എൻ്റെ ക്യാരക്ടറിനെ, എൻ്റെ ശീലങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നേരത്തെ ആലോചിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ബെറ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? യെസ് ഓർ നോ? നല്ലൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നല്ല കരിയർ വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ളത്, നിങ്ങളുടെ റിലേഷൻ ഗുഡ് ആവണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളെ ഹാബിറ്റ്സ് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യണം. മോശമായ കൂട്ടുകെട്ട്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും മോശത്തരുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെ, ഫാമിലി, പേഴ്സണാലിറ്റി, കരിയർ, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്താണ് മോശമായ കൂട്ടുകെട്ട് എന്ന് പറയാൻ കാരണം? മോശമായ കൂട്ടുകെട്ട് എന്താ മോശമായ കൂട്ടുകെട്ട്? നിങ്ങൾ തീരെ പഠിക്കാത്ത കുട്ടികളുമായി കൂട്ടുകൂടുന്നു. മര്യാദക്ക് വോളറ്റിൽ കമ്പനി വിട്ടോ, അവൻ തീരെ പഠിക്കൂല എന്ന് പറഞ്ഞാൽ അത് മോശമായ കൂട്ടുകെട്ടാണോ? അവനെ കാണാൻ തീരെ ഭംഗിയില്ലടാ, അവന് കമ്പനി വെക്കണ്ട, അത് മോശമായ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല. ഞാൻ പറയുന്നു, നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പൈസ സാമ്പത്തികമായിട്ട് ബാക്കിലുള്ള കുറേ കുട്ടികൾ, അവരുമായി ഫ്രണ്ട്ഷിപ്പ് വേണ്ട, ശരിയാണോ? അത് മോശമായ കൂട്ടുകെട്ടാണോ? നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയമുള്ള ചില കുട്ടികൾ, അവര് മോശം ഹാബിറ്റ്സ് ഉള്ള, ലഹരിയാവാം, മറ്റുള്ള മോശം ബന്ധങ്ങളാവാം, മോശം ആളുകളുമായി കൂട്ടുള്ള ആളാവാം, അവരുമായി കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് ചീത്ത കൂട്ടുകെട്ടാണോ? ചീത്ത കൂട്ടുകെട്ടാണോ? അത് ചീത്ത കൂട്ടുകെട്ടാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. സെർച്ച് നോക്കാം. നെക്സ്റ്റ്. ഇപ്പൊ നിങ്ങൾ ഇതിലേക്ക് പോണ മുമ്പ് നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് മനസ്സിൽ വിചാരിക്കുക. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് 4-5 ആൾ മതി കേട്ടോ, ക്ലാസ്സിലെ മൊത്തം ഫ്രണ്ട്സിനെ ഉണ്ടാക്കണ്ട. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചോ ബോയ്സ്? നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മനസ്സിൽ വിചാരിച്ചോ? ഗേൾസ് വിചാരിച്ചോ? യെസ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, റെഡിയാണോ? ഫസ്റ്റ് ബോയ്സിനോടാണ്. നിങ്ങളെ സൗഹൃദം ഗുഡാണോ ബാഡാണോ? നിങ്ങളെ ഫ്രണ്ട്സ് കേൾക്കണില്ലടാ? ഗുഡാണ്. ഗേൾസ് ഗുഡാണോ ബാഡാണോ? ഗുഡാണ്. ഉറപ്പല്ലേ? ഇനി ഞാൻ ഒന്നും കൂടി ചോദിക്കും, അപ്പൊ നിങ്ങൾ എന്നോട് ഉത്തരം പറയരുത്. പറയരുത്. കാരണം ഞാൻ ചെയ്യാൻ പോണെന്നോ, ഇപ്പൊ നിങ്ങൾക്കൊരു സ്വർണം കിട്ടി, ആ സ്വർണം ശരിക്കും സ്വർണ്ണമാണോ അതാ മുക്ക് പണ്ടോ? നിങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? എന്താണ്? ഉരച്ചു നോക്കും അല്ലേ? ഉരച്ചു നോക്കൂലേ? യെസ്. ഇതേപോലെ നമുക്ക് ഓരോന്നും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കെയിൽ ഉണ്ടാവും, ഒരു എന്താ പറയുക, ഒരു ആശയം ഉണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവും ടെസ്റ്റ് ചെയ്യാനുള്ള. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റെഡിയാണ്? താല്പര്യം ഉണ്ടോ? പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യരുത്, ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ ഒന്നും കൂടി ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം എന്നോട് പറയരുത്. റെഡിയല്ലേ? നിങ്ങൾ ഫ്രണ്ട്സിനെ മനസ്സിൽ വിചാരിക്കട്ടോ. ഞാൻ ഇനി പറയാൻ പോണ ഓരോ ടെസ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഓരോരുത്തരെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ പറയൊന്നും വേണ്ട. റെഡിയല്ലേ? ഞാൻ പറയുന്നു, അവർ നിങ്ങളെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. നിങ്ങൾ പറയുന്നതിന് അവർ നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല? അതിൽ താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്തോ ഒന്ന് പറയുമ്പോൾ, എങ്ങോട്ടെങ്കിലും പോവാന്നോ കൂടാന്നോ ചെയ്യാന്നോ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് യുവർ ഫ്രണ്ട്. അവൻ നിങ്ങളെ ഫ്രണ്ടാണ്. അവന് താല്പര്യമില്ലെങ്കിലും. വേറെ ചില ആൾക്കാരുണ്ട്, നമുക്ക് താല്പര്യമില്ല എന്നറിഞ്ഞിട്ടും അവനക്കോ അവൾക്കോ താല്പര്യമില്ലതിലേക്ക് നമ്മളെ നിർബന്ധിച്ചു കൊണ്ടുപോകും. എന്തിനാണ്? അവൻ്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കും. അത് ശരിക്കുള്ള ഫ്രണ്ടാണോ? അല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇതാണോ എന്നുള്ളത്. എനിക്ക് താല്പര്യം ഉണ്ടായ ഒരു കാര്യത്തിന് അവരെന്ത് ചെയ്യുന്നു? അവനക്ക് ഇഷ്ടമില്ലെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെന്ത് ചെയ്യും?
എൻ്റെ കൂടെ നിൽക്കും, അവരാണോ എൻ്റെ ഫ്രണ്ട്സ്? ഈ പറഞ്ഞ ക്രൈറ്റീരിയ ക്ലിയർ ആയോ? നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്ന് വരച്ച് നോക്കിയോ? എടാ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, നെക്സ്റ്റ്. നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നതിൽ അവർ അസൂയപ്പെടുകയില്ല. ഇത് നിങ്ങൾ തോന്നിക്കണം എപ്പോഴെങ്കിലും? നമ്മളെ ഇതെന്തിനാ ഓണച്ച് കമ്പനിയാണ്, നമ്മൾ ഈ ഗ്യാങ് മാത്രം മതി, വേറെ ആരും ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടായ നമ്മളോട് ദേഷ്യം, തെറ്റല്, പിണങ്ങില്, എനിക്കിപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആയാലും നമ്മളിപ്പോൾ എന്തിനാ? ചിരിക്കരുത്, ചൂണ്ടിക്കാണിക്കരുത്, വഷളാക്കരുത്. ഓക്കെ, വിഭർത്തനുണ്ടാവും, നോക്കുന്നത് അവളെ കുറിച്ചിട്ട്. അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യാം? നല്ലതാണെന്ന് തോന്നി ആരെ സുഹൃത്തിനെ സെലക്ട് ചെയ്യാം. അതിന് റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു നെഗറ്റീവ് ഉണ്ട്. നമ്മൾ ആര് കൺട്രോൾ ചെയ്യാണ്? ആ ഫ്രണ്ട് കൺട്രോൾ ചെയ്യാണ്. അത് ശരിയാണോ? ശരിയല്ല കേട്ടോ. ഞാൻ പുതിയ സുഹൃത്ത് ഉദ്ദേശിച്ചത് ആൺപെൺ സുഹൃത്തുക്കളല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ ഫ്രണ്ട്സിനെയാണ്. നെക്സ്റ്റ്, തേർഡ് വൺ. 2 പോയിന്റ് ക്ലിയർ അല്ലേ? സൗഹൃദം അവരുടെ നിബന്ധനകളിൽ മാത്രമുള്ള കാര്യമല്ല. കാര്യങ്ങളിൽ നിങ്ങൾക്കും തുല്യ അഭിപ്രായം ഉണ്ടാവണം. മനസ്സിലായ? ഇപ്പം നിങ്ങൾ യാത്ര തീരുമാനിക്കുകയാണ്, ഒന്ന് കൂടാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ഡ്രസ്സ് ഇട്ട് വരാൻ തീരുമാനിക്കുകയാണ്, എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യാണ്. നമ്മൾ പറഞ്ഞ അങ്ങോട്ട് എടുക്കൂല, അവൾ പറഞ്ഞ പോലെ ആവണം, അല്ല അവൻ പറഞ്ഞ പോലെ ആവണം. നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അത് ആ ഫ്രണ്ട് ശരിയാണോ? നമുക്കും എന്ത് ചെയ്യണം? അഭിപ്രായ സ്വാതന്ത്ര്യം തരണം. എല്ലാവർക്കും കൂടിയുള്ള തീരുമാനമായിരിക്കണം. ചില ആളുകൾ ഭയങ്കര വാശിക്കാരാവും ഉണ്ടാവും. ഞാൻ പറഞ്ഞു ശരിയാണോ? ഇത് വരച്ച് നോക്കിയോ? ഇങ്ങനത്തെ ആൾ ശരിക്കും നല്ല ഫ്രണ്ടാണോ? അല്ല. നെക്സ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താണ് പോയിന്റ്? സംഭവം ചെറിയ വേർഡുള്ളൂ. എന്താണ്? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒരു ഫ്രണ്ടിന്റെ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ചില ഫ്രണ്ട്സിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. കല്യാണത്തിന് പോവാണ്ടാവും, ടൂറ് പോവാണ്ടാവും, പിന്നെ കറങ്ങാൻ പോവാണ്ടാവും, കഫേ പോവാണ്ടാവും, അടിച്ചു പൊളിക്കാണ്ടാവും, പിന്നെ സ്കൂളിൽ നിന്ന് പ്രോഗ്രാം ഉണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്കൊന്ന് വയ്യാതെ ഹോസ്പിറ്റലിൽ പോകാൻ കൂടെ വിളിച്ചാലോ? ഒഴിവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വിളിച്ചാലോ? ടൈമില്ലടാ, എന്താ അർജൻറ്റ് കാര്യമാണ്. അടിച്ചു പൊളിക്കാനുള്ള അവനക്ക് രസമുള്ളതിന് കൂടെ ഉണ്ടാവും, അവൾക്ക് രസമില്ലാത്തതിന് മെല്ലെ എസ്കേപ്പ് ആവേണ്ട ടീമുണ്ടാവും. നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചാൽ നമുക്ക് വേണ്ടി പൈസ ചിലവാണ് പേടിയോണ്ടോ വരേണ്ട മടിയോണ്ടോ എന്ത് ചെയ്യില്ല, വരാത്ത ആൾക്കാരുണ്ടാവും. അത് നല്ല ഫ്രണ്ടാണോ? അല്ല. അങ്ങനത്തെ ഫ്രണ്ട്സിന് നല്ലോണം സൂക്ഷിക്കണം. കാരണം അവർ ആഗ്രഹിക്കണം എന്താണ്? നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രമേ അവർ ആഗ്രഹിക്കണുള്ളൂ. നല്ല മീൻസ് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് മാത്രമേ ആഗ്രഹിക്കണുള്ളൂ. ഇതുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കി. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ 4 ഈ 4 എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് പ്രയാസം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വേണ്ടി റിസ്ക് എടുത്ത് വരും, എൻ്റെ കൂടെ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ പോകാനും കൂടെ നിൽക്കാനും, പിന്നെ എല്ലാ ബുദ്ധിമുട്ടും എനിക്ക് ഉറപ്പുണ്ടാവും എന്നുള്ളത്. ഈ 4 5 ആരൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ കേട്ടോ? ആരൊക്കെ ഉണ്ടാവും? ഓനെ ഉറപ്പിക്കണ്ട. നാളെ തന്നെ ഒരു പണി എന്നാണ്, ഓളെ വിശ്വസിക്കാൻ പറ്റൂല. ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ 5 1 2 ഈ കൂട്ടത്തിലുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ? യെസ് ഓർ നോ? യെസ്. ദെൻ അവൻ ഒരിക്കലും നിങ്ങളോട് മത്സരിക്കൂല. നിങ്ങളോട് മത്സരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ റിയൽ ഫ്രണ്ടാണ്. അവൻ്റെ ആഗ്രഹം എന്തായിരിക്കും നിങ്ങൾ? അവൻ ജയിക്കണം എന്നായിരിക്കോ? നിങ്ങളെ റിയൽ ഫ്രണ്ടാണ് അവളെങ്കിൽ അവൾ ആഗ്രഹിക്കുക നിങ്ങൾ ജയിക്കണം എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പരമാവധി മത്സരിക്കാൻ അവർ മറ്റുള്ളവരൊക്കെ മത്സരിക്കും, കളിയിലോ എന്തിലും ആയിക്കോട്ടെ, മറ്റുള്ളവരൊക്കെ മത്സരിക്കും, വാശി പിടിക്കും, തർക്കിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളോട് അവൻ എന്ത് ചെയ്യില്ല, അവൾ എന്ത് ചെയ്യില്ല, മത്സരിക്കൂല. അങ്ങനെ മത്സരിക്കേണ്ട സിസ്റ്റം വന്നാൽ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, ഞാൻ തോറ്റാലും കുഴപ്പമില്ല, ഓൾ ജയിക്കട്ടെ. ഒന്നൊരച്ച് നോക്കിക്കേ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ എത്ര ആള് ഈ ക്വാളിറ്റി ഉള്ള ആളുണ്ടാവും. ഇവിടെ പലരും ശരിക്കും നോക്കി മറ്റാൾ എങ്ങനെയാണ്, മറ്റാളെങ്ങനെ, സാറ് ഓളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ആരെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ഞാൻ വായിച്ചതിൻ്റെ അടിസ്ഥാനം നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്യാച്ച് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ പറയുമ്പോൾ ഇത് ഓനെ കുറിച്ചിട്ടാണ്, ഇത് ആ മറ്റാളെ കുറിച്ച്, അങ്ങനെ ഓർമ്മ വരുന്നുണ്ടോ?
ഉണ്ട്. യെസ്. ദെൻ നെക്സ്റ്റ്, നിങ്ങൾ എപ്പോഴും അംഗീകരിക്കുകയും നിങ്ങളോട് എപ്പോഴും സത്യസന്ധത. ഫ്രണ്ട്ഷിപ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് നിങ്ങൾ ചതിക്കരുത്. കാരണം എന്താണെന്നറിയോ? സ്വാമി വിവേകാനന്ദ പറഞ്ഞൊരു വാചകമുണ്ട്. നിങ്ങൾ ഒരു വന്യജീവി, ഒരു വലിയ കാട്ടുമൃഗത്തെക്കാൾ നിങ്ങൾ ആരെ പേടിക്കണം? നിങ്ങളെ സുഹൃത്തിനെ പേടിക്കണം. ഒരു കാട്ടുമൃഗം നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ മുറിവാവും. പക്ഷെ ആ മുറിവ് ഒരു മാസം കൊണ്ട് 2 മാസം കൊണ്ട് എന്ത് ചെയ്യും? ഉണങ്ങിപ്പോവും. പക്ഷെ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എങ്ങാനും നിങ്ങളെ ചതിച്ചാലോ, നിങ്ങളെ മനസ്സിന് വല്ലാത്ത ആഘാതം ഉണ്ടാവും. അത് നിങ്ങളെ മനസ്സിനെയാണ് മുറിവേൽപ്പിക്കുക. അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഒരു പക്ഷേ മരണം വരെ നിങ്ങളുടെ മനസ്സിന് വേദന പോവില്ല, ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്ന ഫ്രണ്ടിനെ തല പോയാലും ശ്രദ്ധിക്കണേ, നിങ്ങളുടെ തല പോകേണ്ടി വന്നാലും അവനെന്ത് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ ചതിക്കുക. അവളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചതിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ദ റിയൽ ഫ്രണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഡു യു അഗ്രി വിത്ത് മീ? യോജിക്കുന്നുണ്ടോ? കൂടെ നിൽക്കുന്നവരാണ് സുഹൃത്ത്, കൂടെ നിന്ന് ചതിക്കുന്നവനല്ല സുഹൃത്ത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാട്ടോ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഞാൻ ആലോചിക്കാൻ പറഞ്ഞു. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ? യെസ്, ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ നേരത്തെ ഞാൻ വിചാരിക്കാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിചാരിച്ചില്ലേ? ഒന്നും കൂടി ശരിക്ക് സത്യസന്ധമായിട്ട് ആലോചിക്കുകയാണ്. ഈ ബെസ്റ്റ് ഫ്രണ്ട്സും ശരിക്കും നല്ല ഫ്രണ്ട്സാണോ അതോ ബാഡ് ഫ്രണ്ട്സാണോ, ഗുഡാണോ ബാഡാണോ എന്ന് ഒന്നും കൂടി നിങ്ങൾ മനസ്സിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്തോ? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടി. എന്നോട് പറയണോ? വേണ്ട. പക്ഷെ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. നേരത്തെ ചിന്തിച്ച അതേപോലെ തന്നെ 100% അങ്ങനെ തന്നെയാണോ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ തോന്നിയത്? കുറച്ച് വ്യത്യാസം ഉണ്ടോ? യെസ് ഓർ നോ? കുറച്ച് വ്യത്യാസമുണ്ട് ഇല്ലേ? യെസ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്ത് ചെയ്യുന്നത്? പ്രസക്തമാകുന്നത്. എന്താണ്? അർറജുലു അലാ ദീനി ഖലീലിഹി. നിങ്ങളറിയാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സ്വഭാവത്തിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഇപ്പം ഈ ഹദീസിൻ്റെ ഡെപ്ത് മനസ്സിലായോ? ഇപ്പം ഈ ഹദീസിൻ്റെ ആഴം മനസ്സിലായോ? ഞാൻ നേരെ മറിച്ച് ഈ ഹദീസ് ആദ്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവില്ല. ഞാൻ എല്ലാ എക്സാമ്പിൾസ് കഴിഞ്ഞതിന് ശേഷം ഇത് കാണിച്ചപ്പോൾ ഇത് മനസ്സിലായി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില നല്ല ഫ്രണ്ട്സ് അവരെങ്ങനെയായിരിക്കും? കസ്തൂരി പോലെയാണ്. അവരെ കൊണ്ട് നിങ്ങൾക്ക് ഗുണേ കിട്ടുള്ളൂ, നല്ലത് മാത്രമേ കിട്ടുള്ളൂ. ചില ബാഡ് ഫ്രണ്ട്സ് ഉണ്ട്, ചീത്ത ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കൂടെ നിങ്ങൾ കൂട്ടുകൂടെ നിങ്ങൾക്ക് രസം അടിച്ചുപോലെ സംഭവമൊക്കെ ആയിരിക്കും. പക്ഷേ അവരിലൂടെ നിങ്ങളറിയാതെ ഒരു കൊല്ലൻ്റെ ഇരുമ്പ് പഴുപ്പിക്കുന്ന അവിടുത്തെ പുകയും ചീത്ത മണമൊക്കെ വരുന്ന രീതിയിൽ നിങ്ങളിലേക്ക് നിങ്ങളറിയാതെ ചീത്ത സ്വഭാവങ്ങൾ എങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ്, നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതാരും പറയണ്ട കേട്ടോ. ഞാൻ പറയണത്, ചിലപ്പോൾ ഒരു കുട്ടിയും ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ, ഒരു കാരണവശാലും അവൻ സ്വയം ലഹരി പോയി അന്വേഷിച്ച് കണ്ടെത്തി അത് വാങ്ങി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ആദ്യമായിക്കൊണ്ട് അവൻക്ക് ആ ലഹരി ഉപയോഗിക്കുന്ന സ്ഥലം, കിട്ടുന്ന സ്ഥലം, തരുന്ന ആളെ, അതിന് കിട്ടുന്ന സുഖം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏതോ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഈ അഫെയറുകളുള്ള പല ആളും അഫെയറിലൂടെ പിന്നെ മോശമായ പല തെറ്റിലേക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് തെറ്റിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട്, പല മോശമായ. ഇപ്പം ഞാൻ ഇന്നലെ പോലും എന്ത് ചെയ്തു, ഇപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ ഒരു കേസ് പിടിച്ചു. പക്ഷെ ആ കുട്ടികളൊക്കെ ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നറിയാം? അവരുടെ ഫ്രണ്ട്സാണ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കുന്നത്. ഇപ്പം താല്പര്യമില്ലാത്ത പല ആളുകളും ഇത്തരം ട്രാപ്പിൽ പോയി പെടാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രണ്ട്സ് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് കാരണം നമ്മളിലേക്ക് പല തെറ്റുകൾ എത്തുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, മര്യാദക്ക് വീട്ടിൽ നിന്ന് മഫ്ത ചുറ്റി പോകാൻ താല്പര്യമുള്ള പല പെൺകുട്ടികളും
സ്കൂളിലെത്തുമ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി, അവരെ പ്രീതി കിട്ടാൻ വേണ്ടി, അവരെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് മഫ്ത് ഒഴിവാക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം. പള്ളിയിലേക്ക് പോയി നിസ്കരിക്കണമെന്ന് അറിഞ്ഞിട്ടും നിസ്കരിക്കാൻ താല്പര്യമുണ്ടായിട്ടും കൂടെയുള്ള കമ്പനിക്കാർ പള്ളിയിലേക്ക് വരാത്തത് കൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്ന കുറേ കുട്ടികളെ എനിക്കറിയാം. അതേപോലെ തന്നെ പുതിയ കാലത്തെ ട്രെൻഡുകൾ, പിന്നെന്താ പറയുക, പല മോഡലുകൾ, അത് ഈ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്റർവെല്ലിന് എന്ത് ചെയ്യുന്നു, പിന്നെ ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് ആ രീതിയിൽ നടക്കുക, കാലിൽ ചരട് കെട്ടുക, ഇങ്ങനെ പുതിയ ട്രെൻഡിൽ താല്പര്യമില്ലാത്ത കുറേ കുട്ടികൾ, അവരെ ഉമ്മാക്ക് താല്പര്യം, ഉപ്പാക്ക് താല്പര്യമില്ല, അവർക്ക് താല്പര്യമില്ല. പക്ഷെ എല്ലാ ഫ്രണ്ട്സും ചെയ്യുമ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാവില്ലേ എന്ന് വിചാരിച്ച് തെറ്റിലേക്ക് പോകുന്ന പല കുട്ടികളുണ്ട്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കഴിയും, ചിലപ്പോൾ +2 കഴിഞ്ഞാൽ ചിലത് കഴിയും. പക്ഷേ ആ ഫ്രണ്ട്സ് പോയാലും നിങ്ങളിലേക്ക് വന്ന തെറ്റായ ശീലം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണോ? ഞാൻ പറഞ്ഞതുപോലത്തെ കുട്ടികൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളെ സ്കൂളിൽ ഉണ്ടോ? നിങ്ങളെ സ്കൂളിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. ഞാൻ നിന്നോട് ഇത്ര കോൺഫിഡൻസായി പറഞ്ഞ നിങ്ങൾ, ഞാൻ 9 കൊല്ലമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. വളരെ നല്ല ഫാമിലിയിൽ വളർന്ന ഒരുപാട് കുട്ടികൾ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാണ്, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ സുഹൃത്ത് എല്ലാവരുമായി എനിക്ക് ബന്ധം ഉണ്ടാവാം, ഒക്കെ നല്ലതാണ്. പക്ഷേ നേരത്തെ പറയാം, എൻ്റെ സ്വഭാവം, എൻ്റെ വ്യക്തിത്വം, എൻ്റെ കുടുംബം, എൻ്റെ കരിയർ, എൻ്റെ ഹാബിറ്റ്, ഇതൊന്നും മോശമായതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് ഉറക്കെ പറയും, ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കുമെന്നുള്ളത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഒരു 3 മിനിറ്റ് എനിക്ക് തരണം. കുഴപ്പമില്ല, ഇവിടെ നിന്ന് കാണിക്കണേ, ഞാൻ കണ്ടിക്കണവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് പുതിയ കാലം, ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോളൂ കേട്ടോ. പുതിയ കാലത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് കയറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ ഉണ്ടോയെന്ന് ചോദിക്കണില്ല, നിങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് പറയും വേണ്ട കേട്ടോ. നിങ്ങളിൽ പല ആൾക്കാർക്ക് ചിലപ്പോൾ ബെസ്റ്റികൾ ഉണ്ടാവും. ബെസ്റ്റികൾ ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് ആർക്കും അത് മനസ്സിലായിട്ടില്ല എന്താണ് ബെസ്റ്റി എന്നുള്ളത്. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ. ബെസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരാളും ഒരു ആൺപെൺ സൗഹൃദം, ക്ലാസ് റൂമിൽ ഒരാളുമായി സൗഹൃദം ഉണ്ടാവുക എന്നുള്ളത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിൽ ചില തെറ്റുകളുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആൺകുട്ടികളുമായി സൗഹൃദം ഉണ്ടാവാം, പെൺകുട്ടികളും സൗഹൃദം, അതിനെന്താ പ്രശ്നം? ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടല്ലോ, പ്രശ്നമുണ്ടോ? അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എല്ലാവരിൽ നിന്നും മാറുന്ന അവർ മാത്രം കട്ട കമ്പനി ആവുക എന്ന് പറഞ്ഞാൽ അതിൽ ചില പരിധികൾ നമ്മൾ ലംഘിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല ആൺകുട്ടി, നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു ആൺകുട്ടി, വിശ്വാസിന് പെൺകുട്ടിക്ക് ഒരിക്കലും ചേർന്നതല്ല അത്തരം ബന്ധങ്ങൾ. ശരിയാണോ? നമ്മൾ ബെസ്റ്റിയാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുമായി അതിര് വിട്ട് അടുത്തിടപഴകാൻ ഒരു അന്യ പുരുഷൻ, ഒരു അന്യ ആൺകുട്ടിക്ക് നമ്മൾ ഇടം കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടിയോട് നമ്മൾ ബെസ്റ്റിയാന്ന് വിചാരിച്ചിട്ട് ഒരു പെൺകുട്ടിയോട് പെരുമാറേണ്ട അതിർവരമ്പ് കഴിഞ്ഞ് പിന്നെ അടുത്തുനിന്ന് പെരുമാറാൻ പാടുണ്ടോ മതത്തിൽ? പാടില്ല. നിങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാരോട് ബെസ്റ്റി ആയത് ബെസ്റ്റി അല്ലാത്ത ആളായാലും നിങ്ങൾ അടുത്ത ബന്ധം ഉണ്ടെങ്കിൽ അത് മതപരമായി കൊണ്ട് 100% ഉറപ്പിച്ച് പറയാം, അതൊരു തെറ്റാണ്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് മാത്രമല്ലാത്തോ, എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സ്വഭാവം, നമ്മുടെ കുടുംബം, നമ്മുടെ കരിയർ, നമ്മുടെ ഹാബിറ്റ്, ഇതൊരു ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താക്കാൻ പാടില്ല, മോശമാക്കാൻ പാടില്ല. ഒന്നും കൂടി വിചാരിക്കും, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സിന് മനസ്സിൽ വിചാരിച്ചോ? യെസ്. ഇത് പറയാണ്, ഇവിടെ കട്ട ഫ്രണ്ട്സായിരുന്ന ചില ആളുകൾ നാളെ പരലോകത്ത് വരും. എന്നിട്ട് അവർ പറയും, എന്താണ്, എൻ്റെ നാശമേ, ഈ ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പടച്ചോനെ ഈ തെറ്റിലേക്ക് ഞാൻ പോകേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഈ ചീത്ത കാര്യം കാണുന്ന ഈ ആളുമായി ബന്ധം സ്ഥാപിച്ച് പിന്നെ ഹറാമ് ചെയ്തത്, ഈ ചീത്തക്കാരൻ ഞാൻ ഉപയോഗിച്ചത്, ഈ തെറ്റ് ഞാൻ ചെയ്തത്, ഇങ്ങനത്തെ ഒരാളായി ഞാൻ മാറിയത് അവളുടെ കൂടെ കൂടിയതിന് ശേഷമാണ്. അതുകൊണ്ട് അവളെ കൂട്ടുകാരിയായി ഇല്ലായിരുന്നുവെങ്കിൽ, അവൻ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ പടച്ചോനെ ഈ തെറ്റ് ഞാൻ ചെയ്യൂലായിരുന്നു എന്ന് ചില ആളുകൾ നോക്കി പറയും. ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. എനിക്ക്
എൻ്റെ ഏതെങ്കിലും ഫ്രണ്ടിനേക്ക് ചൂണ്ടിയിട്ട് നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ അത് പറയേണ്ടി വരുമോ? രണ്ടാമത്തെ ഒരു ചോദ്യം, എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് വാതിലിൻ്റെ അടുത്ത് നിന്ന് കൊടുത്തോണ്ടല്ലേ അവൾ മറ്റേ ചെക്കനായിട്ട് ക്ലാസ് റൂമിൻ്റെ ബെഞ്ചിൻ്റെ മൂലയിരുന്നിട്ട് ആ പണിയൊക്കെ ചെയ്തത്? അങ്ങനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളെ സ്കൂളുണ്ടത് ഉണ്ടോ? യെസ് ഓർണോ കിട്ടിയാൽ മതി എനിക്ക്. യെസ് ഓർണോ? യെസ് ഓർ കേൾക്കണില്ല? യെസ്. ഞാൻ ടീച്ചർ വരുന്നുണ്ടോ എന്ന് നോക്കി കൊടുത്തോണ്ടല്ലേ, ഞാൻ ആ കുളുപാറിന്റെ പുറത്തുനിന്ന് കാവലെന്ന് കൊടുത്തോണ്ടല്ലേ ഓളത് ചെയ്തത്. അപ്പോൾ അവൾ നരകത്തിലേക്ക് പോകുമ്പോൾ എന്നെ കൂണ്ടി പറയും, അവൾ വലിയ നിസ്കാരക്കാരിയൊക്കെ ആയിരുന്നു, അവൻ ഭയങ്കര നല്ല മുത്തക്കിയായിരുന്നു, പക്ഷെ അവൻ കാവൽ നിന്നത് കൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നിന്ന് കൊടുത്ത ആൾ ആരായി മാറും? നമ്മുടെ ശത്രുവായി മാറും. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഒരു നിയമം വരും അവിടെ. ഒരു നിയമം വെക്കുക. എന്ത് നിയമം എന്നറിയോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡോറിൻ്റെ അടുത്ത് നിന്ന് കൊടുത്തിട്ടുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അവൾ ഏത് ബസ്സിനാണോ വരുന്നത് ആ ബസ്സിന് പോണ വരെ ഞാൻ കാത്തു നിർത്തിട്ടുള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവൾ റൂൾ എന്താണെന്ന് നിങ്ങൾ, അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണോ, അവന് കൊടുക്കുന്ന ശിക്ഷ എന്താണോ അതിൻ്റെ ഡബിൾ ശിക്ഷ, ഇരട്ടി ശിക്ഷയാണ് അള്ളാഹ് ആർക്ക് വിധിക്കുക? എനിക്ക് വിധിക്കുക. ഞാൻ എന്താ ചെയ്തത്? ഓളെ കൂടെ ബസ് കാത്ത് നിന്ന് കൊടുത്തു 6:30 വരെ, 4:30 സ്കൂൾ ഇട്ടിട്ട്. ഞാൻ പറയുന്നു, ഒന്ന് തോന്നരുത് കേട്ടോ, നിങ്ങളാരും ഈ പണി ചെയ്യണവരുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈ കൂട്ടത്തിൽ പല ആൾക്കാരും കൂട്ടു നിൽക്കുന്ന ആൾക്കാരാണ്. കൂട്ടു നിൽക്കുന്നവർക്ക് അള്ളാഹിൻ്റെ കോടതിയിൽ 2 ശിക്ഷയാണ് ഉണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ക്ലിയർ ആണെന്ന് പറഞ്ഞ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഗേൾ ഫ്രം ഗേൾസ് ക്ലിയർ ആണ്? അവസാനമായപ്പോൾ നിങ്ങൾക്ക് എന്നോട് മറുപടി പറയാൻ പ്രയാസമായി. നിങ്ങൾക്ക് പ്രയാസമായി. പക്ഷേ ഞാൻ പറഞ്ഞെന്താണെന്ന് നിങ്ങൾ, നമ്മൾ വിചാരിക്കും എന്താണെന്നറിയോ, എൻ്റെ ഫ്രണ്ട്സൊന്നും നിന്നെക്കുറിച്ച് അങ്ങനെ ശത്രുവായി കാണൂല, എന്നോട് ഒന്നും പറയില്ല എന്ന് വിചാരിക്കും അല്ലേ? പരലോകത്ത് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയും, ഏയ് എൻ്റെ ഫ്രണ്ട്സ് കട്ട കമ്പനിയാണ്, ഓൻ എന്ത് വന്നാലും നരകത്ത് പോകേണ്ടി വന്നാലും ഇന്നെ പറയില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കാം. ഞാൻ പിന്നെ വയനാട് അവിടെ ദുരന്ത ഭൂമിയിൽ വളണ്ടിയർ പ്രവർത്തനത്തിന് പോയപ്പോഴേ ഒരു ഹൈന്ദവ സഹോദരനോട് പറയാണ്, ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് രാത്രിയിൽ വെള്ളം കയറി കട്ടിലിൻ്റെ അടിയിലേക്ക് വെള്ളം എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. ആ ഓടുന്ന സമയത്ത് തൊട്ടടുത്ത് റൂമിൽ കിടക്കുന്ന അച്ഛനെയും അമ്മേനെയും എന്ത് ചെയ്തില്ല, വിളിക്കാൻ കാത്തുന്നില്ല. അങ്ങനെ ഇറങ്ങി ഓടിയത് കൊണ്ട് ഞാൻ എൻ്റെ മോള് രക്ഷപ്പെട്ടു, അച്ഛനും അമ്മയും വീടും പോയി, അവരെ മയ്യത്ത് ഡെഡ് ബോഡി പോലും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, അള്ളാഹിൻ്റെ കോടതിയിലെത്തിയാൽ നിന്റെ സഹോദരൻ നിന്നെ ഇട്ടെറിഞ്ഞ് ഓടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹിൻ്റെ കോടതിക്ക് എത്തണ്ട, ഭൂമി ഒന്ന് കുലുങ്ങും പോലെ കുലുങ്ങിയാൽ മതി. സ്വന്തം തൊട്ടടുത്ത് റൂമിൽ കിടക്കുന്ന അച്ഛനെയും അമ്മനെയും പോലും നമ്മൾ എന്ത് ചെയ്യില്ല, കാത്തു നിൽക്കൂല. നമ്മളെ ജീവനും കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഓടും. അത്ര ബന്ധമൊന്നും നമ്മളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനില്ല. അവർ അള്ളാഹിൻ്റെ ശിക്ഷ വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇട്ടെറിഞ്ഞ് ഓടും. നമ്മൾ അള്ളാഹുവിൻ്റെ ഇരട്ടി ശിക്ഷ വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കുക, ഒരു കാരണവശാലും എൻ്റെ സൗഹൃദം കൊണ്ട് ആരെയും തെറ്റിലേക്ക് എത്തിക്കാനോ എൻ്റെ സുഹൃത്തുക്കൾ വഴി ഒരു തെറ്റിലേക്ക് പോകാനോ ഒരു ഗതികേട് എനിക്കുണ്ടാകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ വളർത്തി നൽകി ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.